അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയിലാണ്. രാവിലെ എല്ലാം ഉച്ചയായി. എന്നാന്ന് വെച്ചാൽ ഇന്ന് എല്ലാവരും വീട്ടിലുള്ള ദിവസമല്ലേ, അന്നേരം പിന്നെ എല്ലാവരും ഉണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് ചിക്കനൊക്കെ വാങ്ങിച്ചു. അതിന് ഞാൻ കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് വെളുത്തുള്ളി, പെരുംജീരകം, 2-3 ചുവന്നുള്ളി, കുഞ്ഞുള്ളി, ഇഞ്ചി, പിന്നെ ഇത് കുറച്ച് മല്ലിയില നമ്മുടെ ഇവിടുത്തെ മല്ലിയിലയാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ വീട്ടിലൊരു ആഫ്രിക്കൻ മല്ലി എന്ന് പറഞ്ഞ സാധനമുണ്ട്. മല്ലിയിലയും കരിവേപ്പിലയും കൂടെ ഞാൻ ഇടുന്നുണ്ട്. അതെല്ലാം കൂടി ഇട്ട് അരച്ചോണ്ട് വരണം. അരച്ചിട്ട് നമുക്കിതിനകത്ത് തിരിഞ്ഞ് പിടിപ്പിക്കണേ. ഞാൻ കോഴി ഒഴുക്കുന്ന വന്നിരിക്കുകയാണ്. അലിയാണ്ടാട്ടോ എനിക്ക് കോഴിയൊക്കെ കഴുകി തന്നത്. ഈ രണ്ട് ഞാൻ ആ സാധനം എല്ലാം കൂടെ ഞാൻ അരച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം അരച്ചു. ഇനി ഇതിനകത്തേക്ക് ഇട്ടു. എൻ്റെ ഒരു കൈസാധനം വേണ്ടി വരുമോ? റിസ്കി ഷോട്ടൊക്കെ ഞാൻ റിസ്കി കാര്യങ്ങളൊക്കെ കാരണം അത് എരിയാൻ സാധ്യതയുണ്ട്. ഞാനിത് തെരിയാൻ മുളകിട്ടിട്ടില്ല. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തേച്ച് നന്നായിട്ട് ഇതൊന്ന് പിടിപ്പിച്ച് വെക്കണം. ഈ ചിക്കനിൽ ഈ അരച്ച സംഭവം ഞാൻ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇതിനകത്ത് ഞാൻ മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്ര സാധനം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിനകത്തേക്ക് ഇടുവാണേ. കുരുമുളക് പൊടിയും കൂടെ വേണം. കുരുമുളക് പൊടിയുണ്ട്. ഇത്ര സാധനം കൂടെ ഞാനിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. സംഭവം ഇച്ചിരി സോയാ സോസും കൂടെ ഒഴിക്കണേ. എനിക്ക് ഇതിനകത്ത് കുറച്ച് സോയാ സോസ് കൂടെ ഒഴിക്കണേ. കുറച്ച് ഒഴിച്ചാൽ മതി. ഇതൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ എന്ന് വെച്ചാൽ ഇതൊക്കെ വീട്ടിലുള്ളവർ ഒഴിച്ചാൽ മതി. അല്ല ഇതൊന്നും ഒഴിക്കണ്ട. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനമൊക്കെ വെച്ച് നമുക്ക് ചിക്കൻ വറക്കാം. ഇപ്പോൾ ഇവിടെ ഇരുന്ന് ചുമ്മാ ഒരു സദായിക്കോട്ടെ നോക്ക് ചെയ്യുന്ന കേട്ടോ. ഒരു ഗുമ്മായിക്കോട്ടെ നോക്കാം ചിക്കൻ ഫ്രൈക്ക്. നമുക്ക് കുറച്ച് നേരം ഇവിടെ ഒന്ന് ചിക്കനെ പിടിക്കാൻ വെച്ചിട്ട് കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. ഇത് തന്നെയല്ല, ഒരു കാര്യം മറന്നുപോയി. അതിനകത്ത് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിക്കണം കേട്ടോ. വിനാഗിരി ഒഴിക്കുമ്പം ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കേ. മൊരിഞ്ഞിരുന്നാലും ചിക്കൻ്റെ അകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇച്ചിരി വിനാഗിരിയും കൂടെ ഒഴിക്കണമായിരുന്നു. അത് ഞാൻ മറന്നുപോയി. ഇങ്ങനെ എന്തോ സംഭവം മറന്നു പോയല്ലോ എന്നോർത്തിരിക്കുമായിരുന്നു. വിനാഗിരി ഒഴിക്കണം. ഇത് കോൺഫ്ലോർ ആണ് കേട്ടോ. അതും കുറച്ച് ഇതിനകത്തേക്ക് ഇടണം. കോൺഫ്ലോർ ശകലം മൈദാമാവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് കോൺഫ്ലോർ ഇട്ടതേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇതില്ലെങ്കിൽ നമുക്ക് ഇച്ചിരി മൈദപ്പൊടി ഇട്ടാൽ മതി. ഈ അരപ്പൊക്കെ നല്ലതായിട്ട് ചിക്കനിൽ ഇങ്ങനെ പിടിച്ചിരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉച്ചക്കത്തേക്ക് കുറച്ച് ചിക്കൻ എടുത്ത് ഇങ്ങനെ വറക്കും കേട്ടോ. ബാക്കി കറി വെക്കാനോ തേച്ച് വെച്ചിട്ടുണ്ട്. മൊത്തം വറക്കുന്നില്ലത്. കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നാളെ അപ്പത്തിന് ചിക്കൻ കറി ഉണ്ടാക്കി വെക്കാൻ നോക്കൂ. അങ്ങനെ അതും മാറ്റി വെച്ചു. എല്ലാം കൂടെ
ഒറ്റയടിക്ക് വറുത്താലും നമുക്ക് അങ്ങനെ കഴിക്കാൻ മടുപ്പ് വരും. എനിക്ക് ചുമയൊക്കെ ആയിട്ടേ ഒച്ചയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്. ഒച്ച അടച്ചിരിക്കുന്നത് എനിക്ക് നല്ല കഫക്കെട്ടിലായിരുന്നു 2 ദിവസമായിട്ട്. ഒച്ചയ്ക്ക് ചെറിയ പ്രശ്നം കാണും. ഇനി ഈ മുട്ടയും കൂടെ നമുക്ക് ഇതിനകത്ത് പൊട്ടിച്ചിടണേ. നമുക്ക് ഈ നമ്മുടെ സ്വന്തം കോഴിയുടെ മുട്ട അതോടെ പൊട്ടിച്ച് ഇതിനകത്ത് ഇടാം. ഇതോടെ ഇതിൻ്റെ മിക്സിങ് കഴിഞ്ഞു. നമുക്ക് കുറച്ച് നേരം വെച്ചിട്ട് നമുക്കിനി കോഴി വറുത്തെടുത്താൽ മതി. ബാക്കി എല്ലാ പരിപാടി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ശരിക്കും ഇങ്ങനെയൊന്നും അല്ല ഇത്. നമുക്കല്ലാതെ നമ്മുടെ ഗരം മസാലയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് വെളുത്തുള്ളി ഒക്കെ ഇട്ട് വറുത്താലും നമുക്ക് കറക്റ്റായിട്ട് നന്നായിട്ട് കിട്ടും. നല്ല ടേസ്റ്റോടുകൂടി ചിക്കനൊക്കെ വറുക്കും. ഇതിപ്പം ഞാൻ ചുമ്മാ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുന്നു കേട്ടോ. ഇടി പെണ്ണേ, നീ മുട്ടയൊക്കെ പൊട്ടിച്ചോ? നമ്മുടെ സ്വന്തം മുട്ടയായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ മുട്ടയവർക്കും കാട്ട് മേടിക്കും. ശരി, കാട്ട എന്തിനാണെന്നറിയോ? പച്ചക്കറി ഇടാനാട്ടോ. വീടിന്റെ കൂടി കൃഷി പരിപാടിയൊക്കെ ഉണ്ട്. കാണിച്ചാ ഇവിടെ സംഭവം ഇപ്പൊ കാര്യം പറയും. കാട്ടം മാത്രമൊന്നുമല്ല, മുട്ടയൊക്കെ കഴിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറയാം, മുട്ട എനിക്കും അല്ല ഈ കോഴിയിറച്ചി അധികം വേണ്ട. എനിക്കിഷ്ടം പോർക്ക്. ഭാഗ്യം കളഞ്ഞില്ല. പന്നിയിറച്ചി പറഞ്ഞു നമുക്ക് വറുത്തെടുക്കാം. അമ്പാടിക്കൊക്കെ 3 മണിക്ക് കരാട്ടയ്ക്ക് പോകണം. കരാട്ടക്കിസ്റ്റാണ്. അങ്ങനെ നോക്കിയതുകൊണ്ട് ഇരുമ്പ് ചട്ടി, അതിൽ പരമ്പരാഗതമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ മര്യാദക്ക് വിനയത്തോട് ഇരുമ്പ് ചട്ടിയാണിത്. പഴയ രീതിയിലുള്ള ഒരു വറക്കലാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇരുമ്പായതുകൊണ്ട് പഴയ ലോഹം ഉപയോഗിക്കാൻ പറ്റിയത്. പക്ഷെ പഴയ തീയാണോ എന്ന് ചോദിച്ചാൽ ഗ്യാസാണ്. പരസ്പരബന്ധമില്ലാതെ സംസാരം തുടങ്ങിയിട്ടുണ്ട്. പരസ്പരം ഒരു അന്തോ കൊന്തോ ഇല്ലാതെ പറയുന്നത്. എനിക്കൊന്നുമില്ല. ഇപ്പൊ ഇത് ചിക്കൻ ഏറെക്കുറെ ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് എടുത്താൽ നമുക്ക് നല്ല വയർ നിറച്ച് ചോറ് നോപ്പിക്കുക. കാണാൻ നിൽക്കുന്ന കാഴ്ചക്കാരനാ മറ്റേ നമുക്ക് ഇതിന്റെ പീസ് തരും. അതായത് നോക്കുപോയി ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കിയോടെ ഇരുന്നാൽ മതി. എടുത്തോണ്ട് അല്ല എടുത്തു പോകാൻ പറ്റത്തില്ല. അത് പ്രശ്നം. അത് നോക്കുപോയി കിട്ടും നമുക്ക് ലാസ്റ്റ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് എന്താ പിണങ്ങി നടക്കുക. അമ്പാടിയായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് അവൻ പിണങ്ങി നടക്കുക. അത് കാരണം അതുകൊണ്ട് ഇങ്ങോട്ട് വരികയാണ്. നമുക്ക് വീഡിയോ എടുക്കാനൊന്നും അതെ ഒരു പ്രശ്നമുണ്ട്. അത് കാരണം അവൻ വരികയല്ല. പലയെല്ലാം ചൂടായി. നിന്റെ ഫാൻസ് നിന്നെ അന്വേഷിക്കും. ഇങ്ങോട്ടൊന്ന് നോക്കിക്കും. എന്തിനാ വഴക്കുണ്ടാക്കി? എല്ലാത്തിനാ കാര്യമല്ല. അമ്മ നോക്കി പറ. വീഡിയോ എടുക്കുവല്ല. അവൻ അമ്മയുടെ മുഖം മാത്രമുള്ള അവൻ്റെ കൊച്ചു കാര്യം പറ. അവൻ ഷട്ടിൽ കളിക്കാൻ കൊച്ചിനെ കൂട്ടിയില്ലേ? പിന്നെയോ പുറകോട്ടോ? സാരില്ല, നമുക്ക് വൈകുന്നേരം അല്ലേ കളിക്കുന്നത്. അന്നേരം കളിക്കാം. വേണ്ട, ഞാൻ കളിപ്പിച്ചോളാം. അതുകൊണ്ടന്നെ കളിപ്പിക്കണം എന്ന് ഞാൻ പറയും. വാ, നമുക്ക് അടുക്കളയിൽ പോവാം. വാ പാടാ. ഞങ്ങളുടെ കുമ്പളങ്ങയൊക്കെ ഉണ്ടായി കിടക്കുന്നതാട്ടോ. അനിയൻ്റെ കൃഷി കുമ്പളങ്ങ കാണാവോ? കണ്ടോ? കുമ്പളങ്ങയുണ്ട്. വേറെ പാടവാ. അവിടെ ഇന്ന് നല്ല വെയിലാണ്. അങ്ങോട്ട് നോക്കാൻ പോലും മേല. അതുപോലെ ചൂടാ. ബാ, ഒരുത്തം പിണങ്ങി പോയി നിൽക്കുന്നുണ്ടോ? അതാ ചോട്ടുമോനെ. ഇതുണ്ടോ? ഇത് എൻ്റെ ചോട്ടും ആവത്താൻ ചോട്ടുവേ. ഇവിടെ ഇരുന്നേ ചോട്ടുവേ. കണ്ടോ?
സ്നേഹം മാറി പിണക്കം മാറിയോ? മാറി വാ. ഇതേട്ടോ, മണിയെ മൊത്തം പൊട്ടിത്തെറിയാ. അതെ അതെ, പൊട്ടിക്കറിയും പൊട്ടിക്കറിയും ആ അതൊക്കെ വണ്ടി എടുക്കുന്നതാണ് ചേരാ. ബോംബ് സ്ഫോടനം. നല്ല മണം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. പൈസ ആരോ ചിക്കൻ കിട്ടിയതിന്റെ സന്തോഷത്തിൽ ഡാൻസ് കളിക്കുന്ന തൂക്കം. മീനാക്ഷി വീഡിയോ എടുത്തെടുത്ത് കഴിഞ്ഞോടാ. വേണ്ട രണ്ടുപേരും വേഗം പിന്നെ ഞാൻ ആ ചിക്കനൊക്കെ വറുത്ത് വേഗം രണ്ടുപേർക്കും ചോറ് കൊടുത്തു. അതിനാന്ന് വെച്ചാൽ അവൻ കരാട്ടയ്ക്ക് തയ്യാറായിട്ട് ഇരിക്കുക. അപ്പം പെട്ടെന്ന് ചോറ് തന്നേക്കാൻ പറഞ്ഞു. വേഗം കഴിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഇവിടുത്തെ കുമ്പളങ്ങയും പയറും ഒക്കെ കൂടെ ഉണ്ടോ. അവന് ചിക്കൻ ആണെങ്കിൽ വേണ്ടേ ഇങ്ങോട്ട് നോക്കിയേ. ഒരാളിവിടെ വേറെ ഷൂട്ട് എടുത്തോണ്ടിരിക്കുമായിരുന്നു. കാവിലെ ഭഗവതിയുടെ ഷൂട്ടായിരുന്നു. ആ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം അവളുടെ ഷൂട്ടുമൊക്കെ കഴിഞ്ഞ് ഇപ്പം വന്നു. എക്സ്പ്രഷൻ കണ്ടോണം, ചിക്കൻ്റെ എക്സ്പ്രഷൻ. അടുത്ത ആൾ വന്നിട്ടുണ്ട്. കാശി എത്തിയിട്ടുണ്ട്. അതെ അല്ല ആണോ ചിക്കൻ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയോ കേട്ടോ. നല്ലതായിരുന്നു അവള് പറഞ്ഞത്. അതെ കൊള്ളത്തിലെ അവള് കൊള്ളത്തില്ലെന്ന് പറയും. വേണ്ടേ എൻ്റെ ക്യാമറമാനാണ് ഈ പോകുന്നത്. മറ്റേ കരാട്ടയ്ക്ക് പോയി ഇവനാട്ടോ എനിക്ക് ഇത്രയും നേരം വീഡിയോ ഒക്കെ എടുത്തു തന്നെ. നന്ദു മീനാക്ഷിക്ക് വീഡിയോ എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് എന്തോ ഷൂട്ടുണ്ടായിരുന്നു. അന്നേരം അവൻ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുക്കുമായിരുന്നു. എനിക്കപ്പം ഇന്ന് എൻ്റെ അമ്പാടിക്കണ്ണനാണ് വീഡിയോ ഒക്കെ എടുത്തു തന്നത്. എന്നിട്ട് അവൻ ഇനി കരാട്ടയ്ക്കുള്ള പുറപ്പാടിലാണ്. എനിക്കൊരു ബാറ്റ് വാങ്ങിയെന്നറിയാവോ? അതെ ഇനി ആ ഷട്ടിൽ ബാറ്റൊക്കെ ഇന്നലെ ഞങ്ങൾ വാങ്ങിച്ചു. അതൊക്കെ വാങ്ങിച്ചിട്ട് ഇനി അടുത്ത അതിൻ്റെ അംഗമാണ് നടക്കാൻ പോകുന്നത്. അതേണ്ടിരിക്കുന്നു കണ്ടോ. കാശിയൊരു ഹാവ് ചേച്ചടാ കണ്ടല്ലോ, എല്ലാവരെയും കണ്ടല്ലോ. അങ്ങനെ ഞങ്ങള് ചോറൊക്കെ അതെ കോഴിയൊക്കെ വറുത്തു, ചോറൊക്കെ ഉണ്ടു. അത് ഞങ്ങൾ നന്നായിട്ട് കിടന്ന് ഉറങ്ങി. ഇനിയിപ്പോ എന്നാ ചായ കുടിക്കണം. ചായ കുടിക്കാനായിട്ടുള്ള മിണ്ടരുതെന്നല്ല, എന്തെങ്കിലും ഒന്ന് മിണ്ടിയാ പിന്നെ എന്നതൊക്കെയാ കാണിക്കുന്നതെന്ന്. കുഞ്ഞു പിള്ളേരെ പോലെ. മനസ്സുകൊണ്ട് ഞങ്ങൾക്കൊക്കെ മനസ്സിലാവും കുട്ടിയാന്ന്. പക്ഷെ ഇത് കാണുന്നവർക്ക് മനസ്സിലാവത്തില്ലല്ലോ. സൈക്കോസിന്റെ പല അവസ്ഥാന്തരം അതല്ല ക്രൂരന്മാരല്ല. മനുഷ്യർക്ക് കാണുമ്പോ ഒരു ബുദ്ധിമുട്ട് എന്നത് കാണിക്കുന്നതെന്ന് ഓർക്കത്തില്ല. മനസ്സുള്ളവർക്ക് മനസ്സിലാകും എന്നതായി മനസ്സിലാക്കി. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാ. ഇതാ ഞാൻ പറഞ്ഞേ. ചായ വെക്കാം. ചായ വെക്കണമെങ്കിൽ വെക്കാം. ഞാൻ ചായ കുടിക്കത്തില്ല. അവള് ചായ കുടിക്കത്തില്ല. വൈകുന്നേരം എനിക്ക് ചായ ഇഷ്ടമല്ല. എനിക്ക് തമിഴ്നാട്ടിലെ ചായ മാത്രമേ ഇഷ്ടമുള്ളൂ. ഇവിടുത്തെ ചായക്ക് സിന്തറ്റിക്കോ? ഇനി ഞാൻ MDMA എന്ന് പറഞ്ഞു വരുന്നത്. വേറെന്താ ഉദ്ദേശിക്കുന്നത്? വല്ല പ്രോട്ടീൻ പൗഡർ ആയിരിക്കും. അല്ല, കാരണം ചായയിലും കാപ്പിയിലും നമുക്ക് ആ കഫീന്റെ അംശം ഉണ്ടെന്നുള്ളതല്ലേ നമ്മൾ പറയും. എനർജി ചായയിലുണ്ട്, കഫീൻ കാപ്പിയിലുള്ളത്. എന്താ ഇപ്പൊ ഒരു പ്രശ്നം? വൈശാഖമ്മയുടെ വീഡിയോ ഒന്നുകൂടെ കാണട്ടെ. വരുന്നല്ലോ. ശരി ബൈ. എന്താ ഞാൻ പറയാൻ വന്നത്, എനിക്ക് ചായ ഇഷ്ടമല്ല. തമിഴ്നാട്ടിലെ ചായ മാത്രമേ ഇഷ്ടമുള്ളൂ. ഇപ്പൊ ഇവിടെ 4 മണിയാകുമ്പോൾ ചായ കുടിക്കാൻ തമിഴ്നാട് വരെ പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ തഗ് ഇതിനിപ്പോ അമ്മയ്ക്ക് മറ്റേ കണ്ണാടി എഡിറ്റ് ചെയ്ത് വെക്കാൻ അറിയാത്തോണ്ടല്ലേ വെച്ചേനെ. ഈ ഡയലോഗിൽ ഒരു കണ്ണാടി സിഗരറ്റ്. എനിക്ക് തമിഴ്നാട്ടിലെ ചായ എന്തുകൊണ്ടാണ് ഇഷ്ടം?
കൊഴുപ്പ് കൂടുതലായി. ഭയങ്കര കൊഴുപ്പാ. അങ്ങനത്തെ സാധനം എനിക്ക് അടുക്കാച്ചി ചായ എന്ന് പറയും. അങ്ങനത്തെ ചായ എനിക്കിഷ്ടം. അല്ലാതെ നമ്മുടെ വാട്ടർ ചായ ഒന്നും എനിക്ക് ഇഷ്ടമല്ല. എന്റെ വാട്ട ചായയൊന്നുമല്ല. എനിക്ക് കട്ടൻ ചായ എന്റെ ഫേവറേറ്റാ. കട്ടൻ ചായ, കട്ടൻ കാപ്പി, പാൽ ഇഷ്ടമാണ്. പാലിന് വെള്ളം കൂടി പോവാ. അതെ, എനിക്ക് പാല് ചില നേരം ഇഷ്ടമാണ്. ഇവിടെ അച്ഛയമ്മയാണ് ചായ കുടിച്ചിട്ട് തലവേദന എടുക്കുന്ന ആളുകൾ അല്ലേ. ചായ ഇഷ്ടമാ. ചായ ഇഷ്ടമാന്നല്ല, രാവിലെ ഒന്ന് വൈകുന്നേരം ഒന്ന്. പക്ഷെ തീരെ ഇഷ്ടമല്ല. ചായ ഉള്ളു. അല്ലാതെ ചിലരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുന്ന സ്വഭാവമുള്ളവരുണ്ട്. അങ്ങനെ എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ കുടിക്കത്തുമില്ലേ. ചിലരെ ഇങ്ങനെ ഇറക്കി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ ചില ആൾക്കാർ അങ്ങനെ കുടിക്കും. ആരെയും കുത്തി പറയുന്ന ഇല്ല, വേറെ ആരെയും കുത്തി പറയുന്നതല്ല. ചിലരൊക്കെ അങ്ങനെ ഉണ്ട്. എനിക്ക് അങ്ങനെയില്ല. എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ 2 ചായ കുടിക്കണം. 2 ചായ നിർബന്ധാട്ടോ. ചായ വെക്കാം. ചായ റെഡി. ഇതാണോ ചായ? ഇത് പാൽ, ഇത് കട്ടൻ ചായ. ഇതെടുത്ത് അമ്മ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കും. പക്ഷെ ഞാൻ ചായ ഉണ്ടാക്കുന്ന അങ്ങനെയല്ല. ഞാൻ പാൽ തിളപ്പിച്ച് അതിലേക്ക് തേയിലപ്പൊടി ഇടും. അമ്മ പക്ഷേ പാൽ തിളപ്പിച്ച് കട്ടൻ ചായ ഇടും. ഇത് അതോട്ടന്നെ അമ്പാടിക്ക് ഓരോ ഗ്ലാസ് പാല് കുടിക്കും. പാലെടുക്കണം. ഓക്കെ, ഒറ്റ മിനിറ്റ്. പറ, എന്താ പറഞ്ഞേ? അതൂട്ടന് ഈ ഗ്ലാസ്സിൽ പാല് അമ്പാടിക്ക് ഓരോ ഗ്ലാസ് പാല് എടുക്കണം. അതുകൊണ്ടാണ് അമ്മ മറ്റേ പോലെ ചെയ്യാത്തത്. മൂത്ത മകൾക്കുള്ള കട്ടൻ ചായ കണ്ടോ, ഇവിടെ വേർതിരിവ് കണ്ടോ? അതൂട്ടൻ ഇങ്ങനെ മണക്കുന്ന കഴിക്കാനായിട്ടൊരു പാൽ. ഇതെനിക്ക് രാത്രി മണക്കുന്ന കുടിക്കാനുള്ള പാൽ. ഇതെനിക്ക് ഇപ്പൊ കുടിക്കാനുള്ള കട്ടൻ ചായ. ഇത് അതൂട്ടന്റെ പാൽ. ഇത് അമ്പാടിയുടെ ആണോ? പൊളി. അമ്പാടിയുടെ പാൽ. ഇത് അച്ഛനും അമ്മയ്ക്കും 1 കുടം ചായ. 2 ഗ്ലാസ് ചായ. ഓരോ ഗ്ലാസ് എനിക്ക്, 1 ഗ്ലാസ് അച്ഛനും. അച്ഛനും. ഇനി മാം എന്താണ് ചെയ്യാൻ പോകുന്നത്? അല്ല, അത് പിള്ളേർക്ക് അച്ഛനല്ല, അവൻ അമ്പാടിക്ക. അച്ഛന് ബൂസ്റ്റ് വേണോ? ഇപ്പൊ വീഡിയോ എടുക്കോ? ചോദിച്ചാ തരും. അത്ര എനിക്ക് പറയാനുള്ളൂ. കണ്ടോ, ഇവിടെ ഇങ്ങനെയാണ് ബൂസ്റ്റ് വാങ്ങി വെക്കുന്നത്. കാരണം കട്ട പിടിക്കും എന്നാണ് അമ്മ പറയുന്നത്. ഇതിന്റെ വലിയ മാല പോലെ, നോട്ടുമാല പോലെ വാങ്ങി വെച്ചിരിക്കുകയാണ് ഇവിടെ. ചിലപ്പോൾ ഞാൻ കുറച്ച് ദിവസത്തേക്ക് അതെല്ലാം സ്റ്റോക്ക് ചെയ്യും. എന്നും ചിലപ്പോൾ അവർക്ക് കൊടുക്കത്തില്ല. പക്ഷെ അതോട്ടം വയലില്ല. അതോട്ടിന് പാല് തന്നെ കുടിക്കുന്നത് ഇഷ്ടമല്ല. എനിക്കും അങ്ങനെ ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ബൂസ്റ്റും ഇതില്ല. ഹോർലിക്സ് ആൾക്ക് ഇഷ്ടം. എന്തെങ്കിലുമൊക്കെ ഒന്ന് കലക്കി കുടിക്കേണ്ട, ഒന്ന് അകത്താക്കുക. അത്രയും എനർജി അവർ വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ രാവിലെ പോലുള്ള വാഴക്കലപ്പ്. പഞ്ചസാര ഇടുന്നില്ലേ? ഇല്ല. അതെന്താ, ഷുഗർ കട്ടാണ് കുട്ടികൾ? അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുവച്ചാ ബൂസ്റ്റ് തരും. എപ്പോഴും അങ്ങനെയാ, ബൂസ്റ്റ് തരും. പക്ഷെ പഞ്ചസാര ഇട്ട് തരത്തില്ല. അതെ അതെ, എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നേ. എന്നിട്ട് അമ്പാടിയൊക്കെ കെഞ്ചും, അമ്മേ ഇച്ചിരി പഞ്ചസാര ഇട്ട് തരാമോ? ഇവിടെ ഇതിന് നല്ല രീതിയുണ്ട്. ആദ്യം ഈന്തപ്പഴത്തിന് ഓപ്പറേഷൻ ചെയ്ത് പുറത്തു കൊടുക്കുക. അതിനുശേഷം ഒരു കപ്പലണ്ടി എടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് വെച്ച് തിരിച്ച് തുന്നി കെട്ടി സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നല്ല കോമ്പിനേഷനാ കട്ടൻ ചായ വിത്ത് നട്ട്സ്. അത് ഇടയ്ക്ക് കൊച്ചിന് കൊടുക്കാനാണെന്ന് പറഞ്ഞ് നട്ട്സ് എടുത്ത് സ്വന്തം തിന്നുന്ന ഒരു അച്ഛൻ. കൊച്ചിന്റെ പാത്രത്തിൽ നട്ട്സ് ഇല്ല. നട്ട്സ് ഇറങ്ങിയിട്ട് പറയാൻ പോലും മേലെ. അങ്ങനെ ഇന്നത്തെ ഏറെക്കുറെ അവസാനിച്ചു ഞങ്ങളുടെ ദിവസം. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. മരിക്കാൻ പോകുന്നത് അവസാനിച്ചു. ഇത്രയേ ഉള്ളൂ. മനുഷ്യ ജീവിതം ഒരു നീർക്കുമിള പോലെയാണ് സുഹൃത്തുക്കളെ. ഇത്രയൊക്കെ ഉള്ളൂ ഒരു ജീവിതം. അതല്ല, ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളൂ. അമ്പാടി
അന്നെന്തോന്നും പോയിട്ട് വന്നില്ല. അവര് കരാട്ടയ്ക്ക് പോയിരിക്കുക, ഇപ്പൊ എത്തും. ഇനി അത് കഴിഞ്ഞിട്ട് ഇനി അവരുടെ കുളിയും ബഹളവും കുറച്ചു നേരം അതൂട്ടൻ ഉറങ്ങി എഴുന്നേറ്റ് വന്നതിന്റെ അസ്വസ്ഥനൊക്കെ ആയിട്ടിരിക്കും. അതിന്റെ ബാക്കി പരിപാടി നോക്കട്ടെ. അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയാണോ? രാവിലെ തൊട്ട് വൈകുന്നേരം എന്തൊക്കെയോ ഒരു കോഴി വറുത്തു, അതാ ഉള്ളു. ഒരു കോഴി വറുത്ത് തുടങ്ങിയതാ, ഇപ്പൊ നട്സിലെത്തി. അതെ, കോഴിയൊക്കെ വറുത്ത അതിന്റെ ഒരു ചെറിയൊരു റെസിപ്പി കാണിച്ചിട്ടുണ്ടെന്ന്. നന്നായി. എന്നാ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ. കോഴി വറുത്തത് എല്ലാരും മസ്റ്റ് ട്രൈ അതെ, അത് നോക്കാം. അത്രയും തന്നെയുള്ളൂ പറയാൻ. ടാറ്റ.